യെസ്, എഫ് സി ബാഴ്സലോണ എസ്പാനിയോൾ മാച്ചിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ആൻഡ് ഇത് നമ്മുടെ 2026 ആദ്യത്തെ വീഡിയോ കൂടെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഒഫീഷ്യലായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും ഒരു വലിയ താങ്ക്സ്. ആൻഡ് ലിറ്ററലി 2025 എന്ന് പറയുന്ന വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു വർഷമാണ്. പക്ഷെ അവസാനിച്ച സമയം അത്ര അങ്ങോട്ട് പോസിറ്റീവ് അല്ല. കുറേ വള്ളികൾ കയറി വന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നു. അങ്ങനെ കുറച്ച് ബ്രേക്കൊക്കെ എടുക്കേണ്ട വന്നു. അങ്ങനെ ആ ബ്രേക്ക് എല്ലാം കഴിഞ്ഞ് 2026 ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. വേറെ വീഡിയോസും ബാക്കി കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ എനിവേസ് ഒത്തിരി പെൻഡിങ്ങിലും കിടപ്പുണ്ട്. അതെല്ലാം വെരി സൂൺ പോസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഒരു മാരത്തൺ ഓട്ടം ഓടി അതെല്ലാം തീർക്കണം. എന്തായാലും അതൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. സോ എസ്പാനിയോൾ vs എഫ് സി ബാഴ്സലോണ മാച്ചിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ. വെൽക്കം ടു ദി ഷോ. ഈ ഒരു മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ബാഴ്സലോണയുടെ സൈനിങ് കഴിഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. കാര്യം എസ്പാനിയോളിൽ നിന്നും ഒരു പ്ലെയർ ബാഴ്സയ്ക്ക് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ന്യൂ തിങ്. കാര്യം ഏകദേശം എൻ്റെ പ്രായമുണ്ട്, ഞാൻ കേട്ടിട്ടില്ല. ഞാനിപ്പോൾ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും കാണാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് 31 വർഷത്തോളമായി ഒരു ഡയറക്റ്റ് എക്സ്പാനിയോൾ പ്ലെയറിനെ എവിടേക്ക് കൊണ്ടുവന്നിട്ട് ബാഴ്സലോണ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നുള്ളതാണ്. കാര്യം ഒന്ന് നമുക്കറിയാം, രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്നുള്ള ക്ലബ്ബുകളായതുകൊണ്ട് തന്നെ റൈവലാണ്, ഡർബിയാണ്. സോ ബേസിക്കലി അതിൻ്റേതായിട്ടുള്ള ഒരു ഫൈറ്റ് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ എൽ ക്ലാസിക്കോ എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു ഫൈറ്റ് തന്നെയാണ് ഈ പറയുന്ന പോലെ എസ്പാനിയോൾ ബാഴ്സലോണ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് അതിൻ്റെ എല്ലാ സ്പിരിറ്റും കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെ ആയിരുന്നു എന്ന് പറയണം. കാര്യം ജുവാൻ ഗാസിയ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ 31 വർഷങ്ങൾക്ക് ശേഷം എസ്പാനിയോളുടെ സ്വന്തം അക്കാഡമി പ്രൊഡക്റ്റാണ്. അവരുടെ സൂപ്പർ ഹീറോ ആണ്, അവരുടെ സൂപ്പർ മാനാണ്. അവനെ 25 മില്യന് ബാഴ്സലോണയ്ക്ക് 2025 കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞാണ് ഈ ഒരു മാച്ചിലേക്ക് എത്തുമ്പോൾ ഒരു സംഭവമൊക്കെ നമുക്ക് ഉണ്ടാവും. ഒരു അടിക്കൊക്കെ ഉള്ള എല്ലാ കോളും ഉണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളെല്ലാം. അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജുവാൻ ഗാസിക്കെതിരെ പോസ്റ്റേഴ്സ്, കാര്യങ്ങൾ, വീഡിയോസ്, അങ്ങനെ എല്ലാം കൊണ്ടും കംപ്ലീറ്റ് തീയിലായിരുന്നു നിന്നിരുന്നത്. ജുവാൻ ഗാസിയെ സംബന്ധിച്ചിടത്തോളവും എനിക്ക് തോന്നുന്നു ദിസ് വാസ് ലൈക്ക് വൺ ഓഫ് ദി വെരി ഇമ്പോർട്ടൻറ്റ് മാച്ച്. അവൻ എന്താണ്, ഏതാണ്, അവൻ എന്തൊക്കെ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ട ഒരു മാച്ചും കൂടെ ആയിരുന്നു. ആൻഡ് ഹി വാസ് ലൈക്ക് ലിറ്ററലി അത് മുഴുവൻ പുള്ളി കാണിച്ചു എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് അതിൽ എടുത്തു പറയേണ്ടത് 63ാമത്തെ മിനിറ്റിൽ ആദ്യത്തെ ഗോൾ സേവും വാസ് ലൈക്ക് അടിപൊളി സേവാണ്. ആ സേവിനെ ഞാൻ കുറച്ച് പറയില്ല, പക്ഷേ 63ാമത്തെ മിനിറ്റിൽ നടത്തിയിട്ടുള്ള ആ ഒരു സേവ് ഉണ്ടല്ലോ, ഞാൻ ശരിക്കും കൈ വെച്ച് പോയി. കാര്യം ഞാൻ വിചാരിച്ചു റോബോട്ടോ എന്നാണ് പേരെന്ന് തോന്നുന്നു, 9ാം നമ്പറിൽ കളിക്കുന്ന എസ്പാനിയോൾ പ്ലെയർ കട്ട് ചെയ്ത് കയറിയ ആ ബോളിനെയാണ് ജുവാൻ ഗാസിയ സേവ് ചെയ്യുന്നത്. എൻ്റെ അമ്മു, കൈ വെച്ചില്ലെങ്കിൽ നിനക്കൊന്നും അതിനകത്തൊന്നും കണ്ടിട്ടൊരു വികാരം തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അത്ഭുതമായിരിക്കും. ആൻഡ് അത് മാത്രമല്ല, ഒരുപാട് സേവുകൾ, കാര്യങ്ങൾ, ലോങ് പാസുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അക്യുറേറ്റ് പാസ് 27 എണ്ണത്തിൽ 24 എണ്ണവും അക്യുറേറ്റ് പാസുകളാണ്. പുള്ളിയുടെ ലോങ് പാസുകളാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ പുള്ളി ടീമിൽ നിൽക്കുമ്പോൾ എസ്പെഷ്യലി ഹൈലൈൻ ഡിഫൻസ് ആണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെ ഒരു പ്ലെയർ, എസ്പെഷ്യലി ഒരു ഗോൾ കീപ്പർ ഡിഫൻസിന് സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിളായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ജുവാൻ ഗാസിയ ഈസ് ദ വെരി ബെസ്റ്റ് എക്സാമ്പിൾ. ആൻഡ് നമ്മൾ കഴിഞ്ഞ മാച്ചിൽ ജുവാൻ ഗാസിയാന്ന് മാത്രം ഒതുങ്ങി പോകാൻ പാടില്ല. കാര്യം ഇത് എസ്പാനിയോൾ മാച്ച് ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഒത്തിരി സംസാരിച്ച് പോകുന്നത്. അതിൽ എടുത്ത് പറയേണ്ടത് ഡാനി ഓൾമോ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഫെർമിൻ, ഇവർ രണ്ടുപേരും കാഴ്ചവെച്ചത് വാസ് ലൈക്ക് എക്സ്ട്രാ ഓർഡിനറി. അവരുടെ രണ്ടുപേരുടെയും ഗോളുകളും അസിസ്റ്റും കാര്യങ്ങളും എല്ലാം വാസ് ലൈക്ക് അടിപൊളി. 2026 എങ്ങനെ തുടങ്ങണോ അതങ്ങനെ തന്നെ നമ്മുടെ ഒരു ഡെർബിയിൽ വിജയം കൊണ്ട് തന്നെ, അതും ക്ലീൻ ഷീറ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റി. പക്ഷേ അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട പോയിന്റ്സ് ഇല്ലേ എന്നുള്ളത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കും. ഞാനും ചിന്തിച്ചിരുന്നു. നമ്മുടെ ഡിഫൻസിനെ എത്രയോ തവണ ഈസി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എസ്പാനിയോളുടെ ഫോർവേഡുകൾ കയറുന്നുണ്ടായിരുന്നു എന്നുള്ളതൊരു ഫാക്റ്റാണ്. അത് ഹാൻസി ഫ്ലിക്കും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് സെൻറ്ററിൽ ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ഉള്ളൊരു ഡിഫെൻസീവ് പ്ലെയറും കൂടെ വേണം. കാരണം 2 യങ്സ്റ്റേഴ്സിനെ സെൻറ്റർ ബാക്ക് ആയിട്ടാണ് നമ്മൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ആക്ച്വലി കാണാനായിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്.
പക്ഷേ അതൊന്നും ഇപ്പോൾ ചിന്തിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കേണ്ട കാര്യമാണെങ്കിൽ പോലും സന്തോഷിക്കാവുന്ന എല്ലാ വകുപ്പും തന്നിട്ടുണ്ടായിരുന്ന ഒരു മാച്ചാണ്. എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിനെ കുറിച്ച് തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ അമൽ AMDയും സുജയും കൂടെയുള്ള വീഡിയോയും അതുപോലെ തന്നെ ട്രിവാൻഡ്രം കൊമ്പൻസിൻ്റെ കോച്ചുമായിട്ടുള്ള വീഡിയോസും എല്ലാം കുറച്ച് പെൻഡിങ്ങിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്ത് ഒന്ന് പോയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് മക്കളെ, വേറെ എന്ത് പോയാലും കുഴപ്പമില്ല, പക്ഷേ ഹെൽത്ത്, വോയിസ്, ഈ സാധനങ്ങളൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോഴും അങ്ങോട്ട് മൊത്തത്തിൽ മാറിയില്ല, പക്ഷെ എന്നാലും ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും ചെയ്തു തുടങ്ങുന്നത്. ഇനി ഒരുപാട് പ്ലാൻസ് ഉണ്ട് 2026 അതൊക്കെ ഞാനിങ്ങനെ പതിയെ പറയുകയും അറിയിക്കുകയും ഒക്കെ ചെയ്യാം. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ചിൽ കുപ്പി ചിൽ.